പ്രീമിയർ ലീഗ് വമ്പന്മാരായ ലിവർപൂൾ ചാമ്പ്യൻഷിപ്പ് ടീമായ പ്ലൈമൗത്തിനോട് എതിരില്ലാത്ത ഒറ്റ ഗോളിന് വീണപ്പോൾ FA കപ്പിലെ മാത്രമല്ല ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെയും പുതുമയായി മിറോൺ മുസ്ലിച്ച് എന്ന പരിശീലകൻ. 9-ാം വയസ്സിൽ അഭയാർത്ഥിയായ ബോസ്നിയൻ വംശജൻ ഓടിക്കയറിയതാകട്ടെ ഫുട്ബോൾ ചരിത്രത്തിലേക്ക്. FA കപ്പ് 4-ാം റൗണ്ട് മത്സരത്തിലാണ് സീസണിലെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്നിൽ ലിവർപൂൾ ദുർബലരായ പ്ലൈമൗത്തിന് മുന്നിൽ വീണത്. മായികമാണ് ഈ ദിനമെന്നും ആഘോഷിക്കാൻ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടെന്നും മുസ്ലിച്ച് പറയുന്നു. 1992-ൽ ബോസ്നിയയിൽ വംശീയ കലാപം പടർന്നു പിടിക്കുന്നത് കണ്ടാണ് മുസ്ലിച്ചിന്റെ കുടുംബം നാടുവിട്ടത്. 650 കിലോമീറ്റർ അകലെ ഓസ്ട്രിയയിലെ ഇൻസ്ബർഗിലേക്കായിരുന്നു പലായനം. സംസാര ഭാഷ പോലും അറിയാത്തൊരു നാട്ടിൽ അക്ഷരാർത്ഥത്തിൽ ജീവിതം തിരിച്ചുപിടിക്കൽ സാഹസമായിരുന്നുവെന്ന് മുസ്ലിച്ച് പറയുന്നു. പക്ഷേ ഫുട്ബോളിന്റെ ഭാഷ മുസ്ലിച്ച് പറഞ്ഞു തുടങ്ങിയതോടെ അതിരുകൾ മാഞ്ഞു. പ്രാദേശിക ക്ലബ്ബായ വാക്കർ ഇൻസ്ബർഗിലായിരുന്നു പ്രൊഫഷണൽ ഫുട്ബോളിൽ അരങ്ങേറ്റം. റോളുകൾ പലതും മാറിയെത്തി കഴിഞ്ഞ മാസം വെയിൻ റൂണിയുടെ പിൻഗാമിയായി പ്ലൈമൗത്തിൽ പരിശീലക കുപ്പായത്തിലെത്തി. FA കപ്പ് 3-ാം റൗണ്ടിൽ ബ്രെൻറ്റ്ഫോർഡിനെ വീഴ്ത്തിയായിരുന്നു തുടക്കം. എന്നാൽ ചാമ്പ്യൻഷിപ്പിൽ ടീമിന്റെ പ്രകടനം വേണ്ടത്ര മികവ് കാട്ടിയെന്ന പരാതികൾക്കിടെയായിരുന്നു ഒറ്റനാളിൽ കളി മാറിയത്. താഴെത്തട്ടിൽ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാനാകാത്തതിന് കേട്ട പഴികൾ അത്രയും മായ്ച്ചു കളയാൻ പോന്നതാണ് ഈ വിജയം. പെനാൽറ്റിയിലൂടെ മുന്നിലെത്തിയ പ്ലൈമൗത്ത് ലിവർപൂളിനെ ഗോളടിക്കാൻ വിടാതെ പിടിച്ചുകെട്ടിയാണ് തങ്ങളുടെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് സ്വന്തമാക്കിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.